നീ ഒന്നും കൂടി മുഖം കഴിവേണ്ടി മഴ കാരണം വട്ടായി. അതെ, എനിക്ക് വട്ടായി. നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇപ്പോൾ വട്ടാവും. സംഭവം മനസ്സിലായില്ലേ? ഇനി ഒന്നും കൂടി മുഖം കഴുകേണ്ടി വരുമെന്ന് പറഞ്ഞത്. എനിക്ക് മേക്കപ്പ് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇവളെ ഇപ്പോൾ ഒരിക്കൽ കൊളാക്കും. ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ കൂടെ കൂടിയവളാണ് ഇവള്. ഞാൻ പണ്ട് അമ്മയോട് എപ്പോഴും പറയായിരുന്നു, അമ്മയെ എനിക്കൊരു അനിയത്തി വേണം, അനിയത്തി വേണം. അങ്ങനെ അനിയത്തി എന്ന് പറഞ്ഞ് തലയിലെടുത്ത് വെച്ചവളുമാരെല്ലാം എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വരെ കയറി കളിച്ച പല അവളുമാരും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളോട് സ്നേഹമുള്ളവരടുത്ത് നമ്മൾ സഹകരിക്കുക, ആർട്ടിഫിഷ്യൽ സ്നേഹം കാണിക്കുന്നവരടുത്ത് നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ പലരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തികച്ചും സാങ്കല്പികം മാത്രം എന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ബിക്കോസ് നിങ്ങളെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിട്, അതൊക്കെ വേറൊരു മാറ്റർ. അത് നമുക്കിതിനകത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാ അമൃതയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും അവൾക്ക് നാശം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ സപ്പോർട്ട് തന്നിട്ടില്ല. ഈ 5 വർഷമായിട്ട് ഇത്രയും എന്താ പറയുക, വിശ്വസിച്ച് എൻ്റെ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ അമ്മയ്ക്കറിയാം അവൾ എൻ്റെ കൂടെ നിന്നിട്ട് നശിച്ചോ നന്നായോ എന്ന്. പലരും റോങ് സംസാരം ഉണ്ടെങ്കിലും നിങ്ങളൊരു ദിവസം കൂടെ ഒന്ന് നിൽക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കുക. എന്നിട്ട് മനസ്സിലാക്കണം ഞാൻ എന്താണെന്ന്. അല്ലാതെ ഒരാളുടെ ലുക്ക് കണ്ടിട്ട് ഒരാളെ വെറുതെ റോങ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യരുത്. ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം, പക്ഷേ കുറ്റം പറയുന്ന ആൾക്കാർക്കറിയോ നിങ്ങളെത്ര പെർഫെക്റ്റാണെന്ന്. നിങ്ങൾക്കുമുണ്ട് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം. ഇതൊക്കെ എന്തിനാണ് ഞാൻ സംസാരിക്കണേ അല്ലേ? അതൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വേണേൽ നിങ്ങൾ പറയും, ഞാൻ ചെയ്യാം. കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഒരുക്കി കുളമാക്കിയിട്ടുണ്ട് അവൾ. പലപ്പോഴും ഞാൻ ഈ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പറഞ്ഞു, ചേച്ചി എൻ്റെ ബർത്ത്ഡേക്ക് ഇടല്ലേ, എൻ്റെ ബർത്ത്ഡേക്ക് ഇടല്ലേ, എന്നെ ട്രോളോ അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ഇടല്ലേ എന്നൊക്കെ. പക്ഷേ ചക്കരെ, നീ എന്തോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടെങ്കിലും നീ ഭയങ്കര സ്പെഷ്യലാണ്. അത് അവർക്ക് പോലും അറിയാം. നിങ്ങളാരും വിഷമിക്കരുത്. ഞാൻ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എൻ്റെ അപ്സിലും ഡൗൺസിലും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നീ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഒരു അനിയത്തിയെ പോലെ. ഇപ്പം എന്തോ ഭയങ്കര ഇഷ്ടമാണ് നിന്നെ. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ വീഡിയോ നിൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ഇടും. ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ എൻ്റെ കൂടെ ഇനിയും മുന്നോട്ട് പോകണം. നിൻ്റെ ഒരു നാശത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. നിൻ്റെ എല്ലാ നല്ല കാര്യത്തിനും ഞാൻ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ സോറി, നിങ്ങളെല്ലാവരും ഒന്ന് സമീപിച്ചാൽ മതി, ഞാൻ ഒരുക്കി തരാം. ഇങ്ങനെയൊക്കെ മതിയെങ്കിൽ ഞാൻ ഒരുക്കി തരാം കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ടാറ്റ.